الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر أن الله أنزل من السماء ماء فسلكه ينابيع في الأرض ثم يخرج به زرعا مختلفا ألوانه ثم يهيج فتراه مصفرا ثم يجعله حطاما إن في ذلك لذكرى لأولي الألباب. أفمن شرح الله صدره للإسلام فهو على نور من ربه وويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين. الله نزل أحسن الحديث كتابا متشابها مثانية تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي من يشاء ومن يضلل الله فما له من هاد. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. കാറ്റ്, മഴമേഘങ്ങൾ, അതിൻ്റെ വ്യാപനം, അവയ്ക്കിടയിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി ചൊരിയുന്ന മഴ, അത് ഭൂമിയിലെത്തിയാൽ ഉണ്ടാകുന്ന മനുഷ്യജീവിതത്തിൻ്റെ അഭിവൃദ്ധി, അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ മാർഗദർശനമായി ആകാശലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുന്ന ദിവ്യ സന്ദേശം, അത് ഭൂമിയിൽ മനുഷ്യന്മാർ സ്വീകരിക്കുന്ന വിധം, അതുകൊണ്ടുണ്ടാകുന്ന ഭൗതികവും ആത്മീയവുമായ വിജയം, ഇത്തരം സംഗതികളെക്കുറിച്ച് സൂറത്ത് റൂമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ചില സംഗതികളാണ് കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചത്. നമ്മുടെ സമകാലികവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണത്. പലപ്പോഴും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ചിന്തിക്കാനും ആ ചിന്തയിൽ നിന്ന് പ്രയോജനം ലഭിക്കാനും കാലവും ചുറ്റുപാടും സാഹചര്യവുമൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ദിവ്യ സന്ദേശങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് ഖുർആനിൽ നമ്മൾ ഒരു ഗവേഷണം നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതെങ്കിലുമൊക്കെ പഴയ കഥകൾ പറയുന്നതിന് പകരം മനുഷ്യ ജീവിതത്തിലെ അതാത് സന്ദർഭങ്ങളിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ തൊട്ടുണർത്തിക്കൊണ്ട് അവൻ്റെ ശ്രദ്ധ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നത് ഖുർആൻ്റെ
വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേക രീതിയാണ്. സൂറത്തുൽ റൂമിൽ വിശദീകരിച്ച ഈ പ്രകൃതി പ്രതിഭാസങ്ങളോട് സാദൃശ്യമുള്ള ഒരുപാട് ചിത്രീകരണങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് ഖുർആൻ്റെ പല ഭാഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അത്തരമൊരു ചിത്രീകരണം സാദൃശ്യമുള്ളപ്പോൾ തന്നെ ഖുർആൻ അല്ലാഹുവിൻ്റെ ഗ്രന്ഥമാണ്. യുക്തിജ്ഞനായ സർവജ്ഞാനിയായ അല്ലാഹുവാണ് ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു സംഗതി തന്നെ ആവർത്തിച്ച് പറയുമ്പോൾ പോലും ഒരേ തരത്തിലുള്ളതിൻ്റെ അപ്പുറം ചില വൈവിധ്യമാർന്ന ആശയ തലങ്ങൾ അതിനുണ്ടാവും. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ആവർത്തനത്തിലും കൂടുതൽ പഠിക്കാനുണ്ട് എന്നുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ആവർത്തനം അനിവാര്യമായി തീരുമാനിക്കപ്പെട്ടൊരു സംഗതിയാണ്. ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കണം. ഹിദായത്ത് എന്നത് നിർബന്ധമാക്കപ്പെട്ട സംഗതിയാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നത് മാത്രമാണ് വളരെ കാര്യമായി നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യം. ബാക്കിയുള്ളതെല്ലാം അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രകീർത്തിക്കുന്നതും മറ്റു പല സംഗതികളും വിശദീകരിക്കുന്നതാണ്. നമ്മുടെ ആവശ്യം ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകാത്ത നേരായ മാർഗത്തിലൂടെ ജീവിച്ച് വിജയിക്കുക എന്നതാണ്. അത് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് ആവർത്തിച്ച് അത് ഓരോരുത്തരും പറയണമെന്ന്. അതിനുവേണ്ടിയാണ് നമസ്കാരം ഇത്ര കർശനമായി നിർബന്ധമാക്കിയത്. നമസ്കാരം ഉപേക്ഷിക്കുന്നവനെ സത്യവിശ്വാസിയാണ് എന്ന് പറയാൻ പോലും പറ്റില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം അത്ര ഗൗരവത്തിൽ ഈ സംഗതി, അതിന് തന്നെ ഒരു എപ്പോഴെങ്കിലും റോഡിലൂടെ നടക്കുമ്പോൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ പോരാ. അതിനുള്ള ഒരു സംവിധാനവും സൗകര്യങ്ങളൊക്കെ വേണം. മനുഷ്യന് അത് ഞാനിത് പറയാൻ പോവുകയാണ് എന്നൊരു ബോധം അവന് തന്നെ ഉണ്ടാവാൻ അതിന് ശാരീരിക ശുദ്ധി, എപ്പോഴും അവന് കുളിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അംഗസ്നാനം ചെയ്യുക എന്ന്. പൊതുവേ ശരീരത്തിൽ വസ്ത്രമൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ പുറത്ത് കാണുന്ന ഭാഗങ്ങൾ, അതായത് മുഖവും കൈയും കാലും തലയുമൊക്കെ ആണല്ലോ യഥാർത്ഥത്തിൽ ഒളുവിൻ്റെ അവയവങ്ങളായി തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ യുക്തി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കുറച്ച് നടന്ന് ക്ഷീണിച്ച് വരുമ്പോൾ ഒരല്പം വെള്ളമെടുത്ത്, തണുത്ത വെള്ളമെടുത്ത് മുഖം കഴുകിയാൽ നമ്മുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും മാറ്റം ഉണ്ടാവും എന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അംഗസ്നാനം ചെയ്ത് പിന്നെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാതെ ഒരേ ദിശയിൽ തന്നെ നിന്നുകൊണ്ട് അവനിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. മനുഷ്യനിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. എങ്കിലേ അവന് ഹിദായത്തിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. ഒരു നിസ്സാരമായ പ്രശ്നമായി നമ്മൾ കാണേണ്ടതില്ല. കൃത്യമായി ഒറ്റയ്ക്കല്ലത് കൂട്ടായി ചെയ്യാനാണ് അവർ. 5 നേരവും കൃത്യമായി ജമാഅത്തെ നിസ്കരിക്കണമെന്നൊരാൾ തീരുമാനിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. സാധാരണ നിലയിൽ അത് പെട്ടെന്ന് സാധിക്കൂല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആ സമയം അത് ഓർമ്മ വേണം. എന്ത് ജീവിത പദ്ധതികൾ നടപ്പാക്കണമെങ്കിലും അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വേണം. ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. ഇങ്ങനെ ഒരു അധ്വാനത്തിലൂടെ സന്മാർഗം നേടിയെടുക്കുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തീരുമാനിച്ചിട്ടുള്ള സംഗതി. അതുകൊണ്ടാണ് സംഗതികൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂറത്ത് സുമറിലെ 21 മുതൽ 28 വരെയുള്ള ആയത്തുകളിൽ ചിലതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ആദ്യം ഓതി കേൾപ്പിച്ചത്. അതിലും ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. പക്ഷെ വ്യത്യസ്തമായ മറ്റൊരു വീക്ഷണകോണിലൂടെ നോക്കിക്കാണുന്നുള്ള നമുക്ക് ഈ വൈവിധ്യങ്ങളിലൂടെ കടന്നുപോയാൽ ധാരാളം പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുണ്ട് എന്നത് നമുക്കിതിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാ. നമ്മളോടൊരു ചോദ്യം ചോദിക്കുക, നീ കാണുന്നില്ലേ? അവർ കാണുന്നില്ലേ എന്നൊക്കെ ചോദിക്കില്ല. നീ കാണുന്നില്ലേ അള്ളാഹു ആകാശത്ത് നിന്ന് ഇങ്ങനെ വെള്ളം ചൊരിയുന്നു, മഴ വർഷിക്കുന്നു. ഫസലക്കഹു യനാബിഅ ഫിൽ അർദ്. പിന്നെ അത് ഭൂമിയിലേക്ക് ഉറവയായി അവൻ നിക്ഷേപിക്കുന്നു. തുമ്മ യുഖ്രിജ് ബിഹി സറഅൻ മുഖ്തലിഫൻ അൽവാനുഹു. വളരെ കാഷ്വലായിട്ടെന്ന് പറഞ്ഞു പോയ സംഗതിയല്ല, ആഴത്തിൽ പഠിക്കാൻ. ആകാശത്തുനിന്ന് വെള്ളം ചൊരിയുന്നു എന്നത് നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസമാണ്. ഇവിടെ ഈ പറയുന്ന സംഗതി ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നിത്യേന സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. നമ്മുടെ പരിസരത്തൊക്കെ ഇന്നും രാവിലെ മഴ പെയ്തിരിക്കും. ഇതെങ്ങനെയാണ് ആകാശത്തുനിന്ന് വരുന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മളാരും അത്ര അധികം ചിന്തിക്കാറില്ല. ആകാശത്തൊരു പരിധിക്കപ്പുറം പോയാൽ മഴ നമുക്ക് ലഭ്യമാവില്ല. ഒരു പ്രത്യേക വിധാനത്തിൽ മേഘങ്ങളെ സംവിധാനിച്ച് നിർത്തുകയും എന്നിട്ട് ആ മേഘങ്ങളെ അത് തണുപ്പിച്ചിട്ട് ജലത്തുള്ളിയായി വരികയും ചെയ്യും. ഈ ജലം എന്ന് പറയുന്നത്
നമുക്കൊക്കെ അറിയാം, സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇപ്പം നമ്മളെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ഒരു സംയോജനമാണ്. ഒരു നിശ്ചിത അനുപാതത്തിൽ ഹൈഡ്രജനും ഓക്സിജനും സംയോജിച്ചാലേ ജലം ഉണ്ടാവും. അതിനാവശ്യമായ ഊഷ്മാവ് ഉണ്ടാവണം. ഈ ഹൈഡ്രജനും ഓക്സിജനും ഒരുപാട് ഉൾപ്പിരിവുകളുണ്ട്. പലപ്പോഴും സൂചിപ്പിച്ചതാണ് ഇലക്ട്രോൺ എന്നും പ്രോട്ടോൺ എന്നും അതുപോലെ തന്നെ ക്വാർക്ക് എന്നും സൂപ്പർ സ്ട്രിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ. അതൊന്നും യഥാർത്ഥത്തിൽ മനുഷ്യന് കാണാൻ പറ്റാത്ത സംഗതികളാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിൽ ചെന്ന് കഴിഞ്ഞാൽ ഫോട്ടോൺ പാർട്ടിക്കിൾ, പ്രകാശത്തിൻ്റെ കണങ്ങളാണ്. നമ്മൾ കാണുന്ന പ്രകാശം അതിൻ്റെ തന്നെ മറ്റൊരു വകഭേദം. പ്രകാശത്തിൻ്റെ കണങ്ങളെ നനയ്ക്കുന്ന ജലത്തുള്ളികളാക്കി മാറ്റുന്ന ആ അത്യപൂർവമായ യുക്തി, ശക്തി, ബുദ്ധി, ഇതൊക്കെ നമുക്ക് മനസ്സിലാവുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ആസൂത്രണത്തെക്കുറിച്ച് ബോധ്യമുണ്ടാവും. ശരിയായ നിലയിൽ ഒരു തുള്ളി ജലം ഭൂമിയിലോ പ്രപഞ്ചത്തിലോ എവിടെയെങ്കിലും ഉണ്ടാവണമെങ്കിൽ ഈ പ്രപഞ്ചാതിർത്തിക്ക് അപ്പുറത്ത്, ലൗഹുൽ മഹ്ഫൂദിൻ്റെയും അപ്പുറത്ത് നിന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടാവണം. അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായാൽ കോടിക്കണക്കിന്, അതായത് 10,000 ലക്ഷം ബില്യൺ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ കോടിക്കണക്കിന് പ്രകാശകിരണങ്ങൾ അവിടെ നിന്ന് റേഡിയേറ്റ് ചെയ്താൽ ഇൻസാല് ഒമാനുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം എന്നാണ്. ഒരു കൃത്യമായ അളവിലല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഇറക്കൂല. അത് കൂടിപ്പോയി കഴിഞ്ഞാൽ, അത് ഹൈഡ്രജൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ല, ഓക്സിജൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ല. അപ്പം നിശ്ചിതമായ അനുപാതത്തിൽ ആകാശത്ത് നിന്ന് അവൻ വെള്ളം ഇറക്കുന്നത് നിങ്ങൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയല്ലേ. അവൻ്റെ മഹത്തായ അനുഗ്രഹം നിങ്ങൾ ആസ്വദിപ്പിക്കാൻ വേണ്ടി ജലമാണ് ജീവൻ്റെ അടിസ്ഥാനം. എല്ലാം അല്ലാഹു തആല ജലത്തിൽ, ജീവനുള്ള എല്ലാം ജലത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ജലമില്ലെങ്കിൽ ജീവനില്ല, ജീവിതവുമില്ല. അപ്പോൾ ജലം ജീവൻ്റെ അടിസ്ഥാനമായി അല്ലാഹു തആല തീരുമാനിച്ചു. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട ഒരു വിഷയം ജലവും ആണ്. അതുപോലെ തന്നെ മഴയും വെള്ളവും ഇത്രയധികം പരാമർശിച്ചത് നമ്മുടെ നിത്യജീവിതവുമായി അത്രയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ജലമലിനീകരണം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വിനയായി മാറിയിരിക്കുന്നു. നമ്മുടെ പുഴകളെല്ലാം യഥാർത്ഥത്തിൽ മലിനപ്പെട്ടു കൊണ്ടേയിരിക്കുന്നതാണ്. കുടിവെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെട്ടിരുന്നു. മയ്യത്ത് കുളിപ്പിക്കാൻ പൈസ കൊടുത്ത് വെള്ളം വാങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട്ടെ ചില പ്രദേശങ്ങളിലൊക്കെ പൈസ കൊടുത്ത് വെള്ളം വാങ്ങി മയ്യത്ത് കുളിപ്പിച്ച ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ബോട്ടിൽ വെള്ളം നമ്മളിത് വാങ്ങി, സാധാരണ വെള്ളം കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ബോട്ടിലാക്കിയാണ് നമ്മൾ ഇന്ന് വെള്ളം വാങ്ങി കുടിക്കുന്നുണ്ട്. ജലം വളരെ അമൂല്യമായ വിലയുള്ളൊരു സംഗതിയാണ്. അതിൻ്റെ ആ മൂല്യം ശരിക്കും മനുഷ്യന്മാർ മനസ്സിലാക്കാൻ വേണ്ടി ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഇതെല്ലാം പറഞ്ഞിട്ടും നമ്മളിന്നും ജലമലിനീകരണം നടത്തുന്നു. ജലം ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ഉപഭോഗം ചെയ്തിട്ട് ജലം നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. നമ്മുടെ ചുറ്റുപാടുകളിലെ അഴുക്കുകളെല്ലാം വാരിയിട്ട്, പ്രത്യേകിച്ച് ചണ്ടി, ചവറുകൾ, ചപ്പുകൾ, ഇറച്ചികളുടെ അവശിഷ്ടങ്ങളൊക്കെ നദികളിൽ തള്ളിയിട്ട്, അതുപോലെ തന്നെ ഫാക്ടറികളിലൂടെ അവശിഷ്ടങ്ങളൊക്കെ തള്ളിയിട്ട് ചുറ്റുപാടുള്ള കിണറുകളിലെ ശുദ്ധജലം നശിച്ചിട്ട്, യഥാർത്ഥത്തിൽ അത് ഇസ്ലാമികമായി തന്നെ ഹറാമായ ഒരു സംഗതിയാണെന്നുള്ളതാണ്. വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ് ജലമലിനീകരണം നടത്തുന്നത്. ജലം ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്നത്, ജലം ആവശ്യമില്ലാതെ തടഞ്ഞു വെക്കുന്നത്, ഇതൊക്കെ വളരെ ഗൗരവത്തോടു കൂടി പണ്ഡിതന്മാർ പറഞ്ഞ സംഗതി. ഇന്ന് ആധുനിക ശാസ്ത്രത്തിൻ്റെ ആളുകൾ, ഭരണാധികാരിയുടെ, കോർപ്പറേഷൻ്റെ ആളുകൾ, മുനിസിപ്പാലിറ്റിയുടെ ആളുകൾ നമ്മുടെ ചുറ്റിലെ പരിസരത്തെ സംബന്ധിച്ച് ജലമലിനീകരണം നടത്തരുത്, പരിസര മലിനീകരണം നടത്തരുത്, ഈ മഴക്കാലം വരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടീസുമായിട്ടും അതുപോലെ തന്നെ അവയർനെസ് ക്ലാസ്സൊക്കെ ആയിട്ട് വരും, ബോധവൽക്കരണ ക്ലാസ്സുമായിട്ട് വരുമ്പോൾ അതെന്തോ ഒരു വലിയ സംഗതിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ വഴി ഈ കാര്യം നമ്മളെ നേരത്തെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ്. അത് ഈമാന്റെ ഭാഗമായി അല്ലാഹു തആല തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എത്രയോ അധികം ബില്യൺ കണക്കിന് പ്രകാശരേണുക്കളെ സംയോജിപ്പിച്ചിട്ട് അതിനെ ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ ആക്കി, പിന്നെ ഹൈഡ്രജനാക്കി, പിന്നെ ഓക്സിജനും ഹൈഡ്രജനും കൂടി യോജിപ്പിച്ച് അത് ഭൂമിയിലല്ല ആകാശത്ത് വെച്ച് അതിനെ ക്ലിയറാക്കി റെഡിയാക്കിയിട്ട് അത് ഭൂമിയിലെ ഉറവയായി അവൻ നിക്ഷേപിക്കുന്നു. നമുക്കറിയാം, ജലം ഭൂമിയിൽ വീണാൽ നേരെ അങ്ങ് താന്നു പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ വീണ് കഴിഞ്ഞാൽ ഭൂമിയിൽ താന്ന് അപ്പുറത്ത് പോവുകയാണെങ്കിൽ ജലം അപ്പുറത്ത് പോകും. ഭൂമിയുടെ അത്രയും ആഴത്തിലേക്ക് ജലം പോകുന്നില്ല. ഒരു നിശ്ചിത ലെയറിൽ അവിടെ നിർത്തുന്നു. ആരാണ് ഇതിനെ അവിടെ പിടിച്ചു നിർത്തുന്നത്? ജലം ആകാശത്തുനിന്ന് വരുന്നു, നിശ്ചിത അളവിലാണ് വരുന്നത്, നിശ്ചിത അളവിലാണ് അത് ഭൂമിയിൽ വീഴുന്നത്. ഒരു നിശ്ചിത ലെവലിൽ നിർത്തിയാലേ നമുക്കത് കോരിയെടുക്കാൻ പറ്റൂ.
നമ്മുടെ ചാലുകളിലും പുഴകളിലും കിണറുകളിലുമൊക്കെ ജലമുണ്ട്. നമ്മൾ യഥേഷ്ടം അത് കോരിയെടുത്ത് ഉപയോഗിക്കുമ്പോൾ ആ ജലം ഇങ്ങനെ കാണുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുകയും ബിസ്മി ചൊല്ലി ഉപയോഗിക്കുകയും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഒരു നന്ദിയുള്ള അടിമയാവാൻ വേണ്ടിയാണ്. ഇത് എൻ്റെ രക്ഷിതാവ് എൻ്റെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി തന്നതാണ് എന്ന ബോധം എനിക്കുണ്ട്. അന അഷ്ഹദ്, ഞാൻ അതിന് സാക്ഷ്യം വഹിക്കുന്നു, ഞാനൊരു മുസ്ലിമാണ് എന്ന് വെള്ളം കുടിക്കുന്ന സ്ഥലത്ത് കൂടി നമ്മൾ പ്രകടിപ്പിക്കണം എന്നതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്ന സംഗതി. വളരെ ഗൗരവത്തോടു കൂടിയാണ് ആ സംഗതി ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പഠിപ്പിക്കുന്നത്. നിസ്കാരം പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ഥലത്ത് ജലത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. സലാത്ത് എന്ന പദം ഉപയോഗിച്ചതിനേക്കാൾ മാവും അതുപോലെ മഴയുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് അതിൽ നിന്ന് തുമ്മ യുഖ്രിജു ബിഹി സറഅൻ മുഖ്തലിഫൻ അൽവാനുഹു, അതിൽ നിന്ന് പുതിയ ഒരുപാട് സസ്യങ്ങൾ അവൻ മുളപ്പിക്കുന്നു. ഒരു വിത്ത് അതിൻ്റെ പുറന്തോട് പൊട്ടിച്ച് അത് എപ്പോൾ പൊട്ടണം, ഏത് രീതിയിൽ വളരണം, അത് താഴോട്ട് വേരും മുകളിലോട്ട് തണ്ടും പോകുന്ന ഒരു രീതി, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് നിസ്സാരമാണ്. നമ്മൾ ഒരുപാട് വിത്തുകൾ മുളയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും എന്തുകൊണ്ട് ഒന്ന് താഴോട്ട് പോകുന്നില്ല, വേരെന്തുകൊണ്ട് മുകളിലോട്ട് കയറി വരുന്നില്ല, നമുക്ക് ചിന്തിക്കാൻ ഒരിക്കലും അത് സാധിച്ചിട്ടില്ല. കാരണം നിത്യപരിചയം കൊണ്ട് അതിൽ അത്ഭുതം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. അല്ലാഹു തആല പറയും, നീ അത് ചിന്തിച്ചു നോക്കണം. ഒരുപാട് പലതരത്തിലുള്ള വർണ്ണങ്ങളിലുള്ള ചെടികൾ, ചില ലതകളുണ്ട്, ഇലകളുള്ളതുണ്ട്, തണ്ടുള്ളതുണ്ട്, കായ്കളുള്ളതുണ്ട്, കായില്ലാത്തതുണ്ട്, എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു. അതിൻ്റെ വേര് നമ്മൾ ഉപയോഗിക്കുന്നു, അതിൻ്റെ തടി നമ്മൾ ഫർണിച്ചറിന് ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ പല ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നു, നമ്മൾ വീട് കെട്ടി കിടക്കാനും അതുപോലെ തന്നെ പലതും ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നു, വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്നു. പണ്ടൊക്കെ പൂർണ്ണമായിട്ടും കപ്പലുകളും അതുപോലെ വള്ളങ്ങളും വഞ്ചികളുമൊക്കെ ഈ തടിയെ ആശ്രയിച്ച് മാത്രമാണ് നിലകൊണ്ടത് നമുക്കറിയാം. അപ്പോൾ അതിൽ മനുഷ്യനെ ഈ വെള്ളം ഇങ്ങനെ കൊണ്ടുവന്നതിൻ്റെ പരിവർത്തനത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാധനങ്ങൾ. അതെടുക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും അത് ഉപഭോഗം ചെയ്യുമ്പോഴും ഇത് കാരുണ്യവാനായ രാജതമ്പുരാൻ എനിക്ക് മനുഷ്യർക്ക് നൽകിയ സംഭാവനയാണ് എന്ന നന്ദിയോടുകൂടി ഈ പെരുമാറണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. എന്നിട്ട് ആ സസ്യങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ജീവിത ചക്രത്തെ സംബന്ധിച്ച് ഹ്രസ്വമായ ഒരു പരാമർശം അവിടെ നടത്തുകയാണ്. ഹുമ്മയഹീജു, പിന്നെ അത് ഉണങ്ങിപ്പോകുന്നു. ഓരോന്നിനും ഒരു നിശ്ചിത കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. പയർവിത്തിന് അത് വള്ളിയായി വളർന്ന് അത്തരം കുറേ പയറുകൾ, അതായത് ഒരു വിത്തിട്ടാൽ ഒരു 100,000 വിത്തുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആ പയർ വിത്ത് പിന്നെ മഞ്ഞളിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ കാലം നിൽക്കുന്ന തെങ്ങുകളുണ്ടാവും, കുറേ കാലം നിൽക്കുന്ന പുള്ളിമരം ഉണ്ടാവും, കുറേ കാലം നിൽക്കുന്ന മറ്റു വൃക്ഷങ്ങളുണ്ടാവും. ചില ആയിരക്കണക്കിന് വർഷങ്ങൾ നിലനിൽക്കുന്ന വൃക്ഷങ്ങൾ ഭൂമിയിലുണ്ട്. പക്ഷേ വളരെ ഹ്രസ്വമായ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ആവശ്യമായ എല്ലാം തന്ന് ചീര അതിങ്ങനെ വളർന്ന് ശോഭിച്ച് ഇങ്ങനെ തഴച്ചു വളരുമ്പോൾ നമ്മളതിന് തണ്ടുൾപ്പെടെയുള്ള ഇലകളാണ് യഥാർത്ഥത്തിൽ വെട്ടിയെടുക്കുന്നത് എന്നുള്ള. അതിൻ്റെ വിത്ത് പലപ്പോഴും വിത്ത് വരാൻ നമ്മൾ അനുവദിക്കാറില്ല. വിത്ത് വന്നാൽ വളരെ ചെറിയ സാധനമാണ്. അത് വീണ്ടും നമുക്ക് രുചികരമായ നമ്മുടെ ഭക്ഷണമേശയിൽ രുചികരമായ ഒരു ഭക്ഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നു. ഈ ചെടികൾ ഇങ്ങനെ വളർന്നു വരുന്നതും ഇടതൂർന്ന് വളരുന്നതുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് അവൻ്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയാം. നമ്മുടെ ചിന്തയെ തട്ടി ഉണർത്തുന്നു. ആരെയും ദീനുൽ ഇസ്ലാം നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കണ്ട എന്നാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. ആളുകൾക്ക് ബുദ്ധിയും ശക്തിയും കൊടുത്തിട്ട് പരിസരത്തെയും ചുറ്റുപാടിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ നിന്ന് ഉദാഹരണങ്ങൾ, അവരുടെ ശരീരത്തിൽ നിന്ന് ഉദാഹരണങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അവൻ്റെ ബുദ്ധിയെ വളർത്തുകയും അവനൊരു സ്വന്തം കാലിൽ നിൽക്കാനുള്ള കെൽപ്പുണ്ടാക്കി കൊടുക്കുകയും എന്നിട്ട് ജീവിത പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ്, അതായത് ഒരു ആത്മവിശ്വാസം, ജീവിതത്തിൽ മുന്നോട്ട് പ്രയാണം ചെയ്യുമ്പോൾ അവന് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനുണ്ട്. ആ പ്രശ്നങ്ങളെയൊക്കെ അവൻ്റെ ചുറ്റുപാടിനെ സംബന്ധിച്ച് പഠിക്കുന്നത് പോലെ തന്നെ ജീവിത പ്രശ്നങ്ങളെ സംബന്ധിച്ച് പഠിച്ച് അള്ളാഹുവിൻ്റെ സഹായം തേടി ഓരോന്നിനും തീരുമാനമെടുത്ത് നല്ല ബ്രേവായിട്ട്, നല്ല ശക്തിമാനായിട്ട്, അന്തസ്സുള്ള സത്യവിശ്വാസിയായിട്ട്, ആർജവമുള്ള സത്യവിശ്വാസിയായിട്ട്, ഏത് പ്രതികൂല സാഹചര്യത്തിലും ഒരിക്കലും പിന്നോട്ടടിച്ചു പോകാത്ത ഈ പ്രപഞ്ചത്തിൻ്റെ മഹാനാഥൻ ഏർപ്പെടുത്തിയ വ്യവസ്ഥയുടെ ഒരു വക്താവാണ് ഞാൻ എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിലൂടെ തലയുയർത്തി നടക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ ഇതെല്ലാം പഠിപ്പിക്കുന്നത്. പിന്നെ അത് ഫതറാഹു മുസ്ഫറ,
ആ ഒരു ചെടി വളർന്ന് വലുതായി അതിൻ്റെ ദൗത്യം നിർവഹിച്ച് പിന്നെ അത് മഞ്ഞളിച്ചു പോകുന്നത് നിനക്ക് കാണാം. പിന്നെ പിന്നെ അതിനെ നാം വൈക്കോലാക്കി മാറ്റുന്നു. ഇത് പറഞ്ഞിട്ടല്ല വെറുതെ വിടുന്നില്ല. ഇന്ന ഫീ ദാലിക ലദിക്റാ ലിഉലിൽ അൽബാബ്, ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ അതിലുണ്ട്. അതിൽ ചിന്തിക്കാൻ വകയുണ്ട്, സ്മരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ദീനിന്റെ ഭാഗമാണോ എന്ന്, ആകാശത്തെ മഴയും ഭൂമിയിലെ ചെടിയും അവിടത്തുള്ള വികാസവും ഈ സംഗതികളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ദീനിന്റെ ഭാഗമാണോ എന്ന് പോലും പല ആളുകളും ചിന്തിച്ചേക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഉത്തമമായ ദീനിന്റെ ഭാഗമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ പറയുന്നത് അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ഈ ഒരു സംഗതിയെല്ലാം മനസ്സിലാക്കിയ ആ മനുഷ്യ മനസ്സിനോട് പറയാ, ഇതേപോലെ ആകാശലോകത്ത് നിനക്ക് ജീവിതത്തിന്റെ മാർഗദർശനം അയച്ചു തരുന്നു. ദീനുൽ ഇസ്ലാമിന്റെ അനുസരണത്തിന്റെ മാർഗം ഏതാണ് എന്ന് പഠിപ്പിച്ചിരുന്നു. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിനെ അനുസരണത്തിന്റെ മാർഗം ഉൾക്കൊള്ളാനുള്ള വിശാലതയുണ്ടാക്കി കൊടുത്താൽ അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആരെങ്കിലും ദീനുൽ ഇസ്ലാം സ്വീകരിച്ചാൽ എന്നല്ല അവിടെ അല്ലാഹു തആല പറഞ്ഞത്. ആർക്കെങ്കിലും ഇതിനെ ഉൾക്കൊള്ളാനുള്ള ഹൃദയ വിശാലത അല്ലാഹു നൽകിയാൽ, അപ്പോ നമുക്ക് ചാടിക്കയറി പിടിച്ചെടുക്കാൻ മാത്രം പറ്റിയതല്ല, അതിന്റെ അപ്പുറത്തെ ചില തലങ്ങൾ അതിലുണ്ട്. ഹിദായത്തിന് അതിന്റെ അപ്പുറത്തെ ചില തലങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ആരുടെയെങ്കിലും ഹൃദയത്തിന് അനുസരണത്തിന്റെ മാർഗത്തിൽ ചരിക്കാനുള്ള ഒരു സൗഭാഗ്യം, വിശാലത അല്ലാഹു നൽകിയാൽ ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവൻ അവന്റെ രക്ഷിതാവിന്റെ പ്രകാശത്തിലാണ്. ഈ പ്രപഞ്ചത്തിന്റെ പ്രകാശം ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ പ്രകാശം. ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി, നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഫോട്ടോണിന്റെ ഒഴുക്കുള്ള ഒരു പ്രകാശമല്ല. യഥാർത്ഥത്തിൽ ഇതിന്റെ അപ്പുറം നമുക്ക് സാധാരണ കണ്ണുകൾക്ക് കാണാനാവാത്ത, മനസ്സുകൾക്ക് സങ്കല്പിക്കാനാവാത്ത ഒരു മഹത്തായ പ്രകാശം. ആ പ്രകാശത്തിൽ നിന്ന് ഉത്ഭൂതമാക്കപ്പെട്ട, സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രകാശത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നിൽക്കുന്ന ഓരോ സത്യവിശ്വാസിയും. അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയാണ് എങ്കിൽ എൻ്റെ രക്ഷിതാവിന്റെ പ്രകാശത്തിലാണ് ഞാൻ ചരിക്കുന്നത് എന്ന ഒരു ബോധം സത്യവിശ്വാസിക്കുണ്ടാവും. വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ്. നമ്മൾ നടക്കുമ്പോൾ, നമ്മൾ പോകുമ്പോൾ, നമ്മൾ വീട് കൂടുമ്പോൾ, നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ, നമ്മൾ വിവാഹം നടത്തുമ്പോൾ, നമ്മൾ ഭരണം നടത്തുമ്പോൾ, നമ്മൾ കച്ചവടം നടത്തുമ്പോൾ, നമ്മൾ കോടതിയിൽ പോകുമ്പോൾ, നമ്മൾ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോലി ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആ രക്ഷിതാവിൻ്റെ പ്രകാശത്തിലാണ് ഞാൻ നീങ്ങുന്നത്. ഒരു കോൺട്രാക്ടർ പോകുമ്പോൾ ഒരിക്കലും ഇത്ര ഗേജ് സാധനം വേണമെന്ന് പറഞ്ഞത് അവൻ അതിനേക്കാൾ കുറഞ്ഞത് വാങ്ങിയിട്ട് ആദ്യം പറഞ്ഞതിൻ്റെ വില ഇട്ട് കൊടുക്കൂല. കാരണം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി. ഇവിടെയാണ് പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയം. അതായത് ഹോട്ടൽ കച്ചവടം നടത്തുന്ന ഒരുത്തൻ, അവന് അള്ളാഹുവിന്റെ നൂറിലാണ് നിലകൊള്ളുന്നതെങ്കിൽ അവനവിടെ മായം ചേർക്കാനും, അതായത് ഭക്ഷണത്തിൽ എന്തെങ്കിലും ആളുകൾക്ക് കൂടുതൽ തിന്നാതിരിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു സാധനം ഇട്ടിട്ട് ആളുകളെ തീറ്റിക്കാതെ പൈസ വാങ്ങുന്ന ഒരു കള്ളക്കച്ചവടം നടത്താൻ സത്യവിശ്വാസിക്ക് സാധ്യമാവില്ല. അതുപോലെ കമ്പി കച്ചവടം നടത്തുന്നവന് അവൻ അലാ നൂരി റബ്ബിഹി എന്ന ബോധമുണ്ടെങ്കിൽ അവന് കള്ളത്തൂക്കം തൂക്കാൻ പറ്റൂല. അതുപോലെ തന്നെ കള്ളക്കച്ചവടം നടത്താൻ പറ്റൂല. അതുപോലെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പ്രവർത്തിക്കുന്ന സത്യവിശ്വാസിക്ക് ഞാൻ എൻ്റെ രക്ഷിതാവിൻ്റെ നൂറിലാണ്, പ്രകാശത്തിലാണ് നിലകൊള്ളുന്നത്. കാരണം എനിക്കൊരു രക്ഷിതാവുണ്ട്, എല്ലാം സൂക്ഷ്മതയോടെ കാണുന്നുണ്ട്. ഞാൻ എന്ന മനുഷ്യനൊരു നിശ്ചിത കാലം വരെ ഇവിടെ ജീവിതമുള്ളൂ. അത് കഴിഞ്ഞ് ആ ചെടികൾ മഞ്ഞളിച്ചു പോയതുപോലെ, വക്കോത്തുരുമ്പായതുപോലെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് എൻ്റെ ദൗത്യം കഴിഞ്ഞു മടങ്ങും. മരണമാണ് അതിൻ്റെ സമയം. അത് കഴിഞ്ഞാൽ എൻ്റെ രക്ഷിതാവിൻ്റെ മുന്നിലേക്കെത്തും. എൻ്റെ ജീവിത ചിന്താഗതികളെക്കുറിച്ച്, താല്പര്യങ്ങളെക്കുറിച്ച്, ആഗ്രഹങ്ങളെക്കുറിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഇടപാടുകളെക്കുറിച്ച് അള്ളാഹു ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആരെയും പറ്റിക്കാതെ ജീവിക്കണം, ആരെയും ചതിക്കാതെ ജീവിക്കണം, ആരെയും ചീത്ത പറയാതെ ജീവിക്കണം. മറ്റുള്ളവന്റെ അഭിമാനം പിച്ചു ചിന്തി ഞാനൊരു പൊങ്ങച്ചക്കാരനായി ഭൂമിയിലൂടെ നടക്കാതിരിക്കണം എന്ന യഥാർത്ഥത്തിൽ ഒരു ആളിന് ബോധമുണ്ടാവണമെങ്കിൽ അവൻ സത്യവിശ്വാസിയായിരിക്കണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഭരണാധികാരികൾ ഹുങ്ക് പറയാതിരിക്കാൻ. ഭരണാധികാരികളുടെ ഹുങ്കുകൾ നമ്മൾ കുറെ ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നു. ഭരണം എന്നത്
അള്ളാഹുവിൻ്റെ ഒരു അമാനത്താണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യനെ വളർത്തുകയും നേരത്തെ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് വന്നവനാണ്, ഇന്ന് തനിക്ക് താൻ പോന്നവനാണ്, ഈ ലോകത്തിൻ്റെ ചക്രവർത്തിയാണ്, രാജ്യത്തിൻ്റെ നേതാവാണ്, ഭരണാധികാരി എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് വളർന്നു വന്നതാണ്. അവനെ മനുഷ്യനാക്കുകയും അവനെൻ്റെ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുകയും എന്നിട്ട് തുഅ്തിൽ മുൽക മൻ തശാ, അവൻ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം നൽകുകയും എന്നിട്ട് ഈ ജനങ്ങളുടെ പ്രതിനിധിയായി ഭരിക്കാൻ അവൻ അവസരം നൽകുകയും ചെയ്തു. ഒരു നിശ്ചിത കാലം വരേക്കും എത്ര വലിയ ഭരണാധികാരികളായാലും ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടും. അപ്പോൾ ഒരു ഭരണാധികാരി യഥാർത്ഥത്തിൽ നീതിയും ജനക്ഷേമവും ഒക്കെ അനുസരിച്ച് ഭരിക്കണമെങ്കിൽ അവന് ദൈവഭയം ഉള്ളിലുണ്ടായേ പറ്റൂ. എന്നിട്ട് ഉടനെ തന്നെ ആകാശത്തുനിന്ന് മഴ പെയ്യുമ്പോൾ നല്ല മണ്ണ് അത് സ്വീകരിക്കുകയും സസ്യങ്ങൾ തഴച്ച് ഇടതൂർന്ന് വളരുകയും ചെയ്യുന്നത് പോലെ അതിനോട് ബന്ധപ്പെട്ട് ആകാശത്തുനിന്ന് ദിവ്യ സന്ദേശം ഇറങ്ങുമ്പോൾ നല്ല മനസ്സുകൾ അത് ഉൾക്കൊള്ളുകയും അതിൻ്റെ ഫലം ഭൂമിയിലുണ്ടാവുകയും ചെയ്യും. അവൻ്റെ മുഖത്തിൽ പ്രസന്നത ഉണ്ടാവും. നാക്കെടുത്താൽ അവൻ ശാന്തിയെ ആശംസിക്കും, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കും, സഹായഹസ്തം നീട്ടും. അങ്ങനെ നല്ല മനസ്സുള്ള മനുഷ്യർ ഈ ഭൂമിയിലെ നല്ല മണ്ണ് നല്ല വിത്തിനെ ഉൽപ്പാദിപ്പിച്ചിട്ട് നല്ല സസ്യങ്ങൾ തരുന്നത് പോലെ ആകാശത്തു നിന്ന് വരുന്ന ദിവ്യ സന്ദേശം നല്ല മനസ്സുകൾ സ്വീകരിച്ചിട്ട് ഭൂമിയിലുണ്ടാവും. പക്ഷേ കരിമ്പാറ കൂട്ടങ്ങൾ ഒരിക്കലും ഈ മഴയോട് പ്രതികരിക്കാറില്ല. മഴത്തുള്ളികൾ അതിൻ്റെ പുറത്ത് വീണ് തെറിച്ചു പോവുകയോ ഒഴുകിപ്പോവുകയോ ചെയ്യും. കരിമ്പാറ കൂട്ടങ്ങൾ അതുപോലെ തന്നെയായി അവിടെ നിലനിൽക്കും. നിഷേധത്തിൻ്റെ, കുഫറിൻ്റെ, നിഫാഖിൻ്റെ, ഷിർക്കിൻ്റെ മനസ്സുമായി തനിക്ക് താൻ പോന്നവനാണ് എന്ന് വിചാരിച്ച് നടക്കുന്ന മനുഷ്യൻ ഈ ദിവ്യ സന്ദേശം എത്തുമ്പോൾ കരിമ്പാറ കൂട്ടങ്ങൾ പോലെ ആയിരിക്കും പ്രതികരിക്കുക. കരിമ്പാറയുടെ മുകളിൽ മഴവെള്ളം വീണതുപോലെയാണ് ദിവ്യ സന്ദേശം ഇങ്ങനെയുള്ള മനസ്സുകളിൽ വീണിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് ഹൃദയം തിരിഞ്ഞ് മനസ്സ് കടുത്തുപോയ അത്തരം ആളുകളും ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഒരു നിശ്ചിത കാലം വരെ മാത്രമേ അവർക്ക് ജീവിതമുണ്ടാവുകയുള്ളൂ. എല്ലാവരെയും പോലെ അവരും മരിക്കും. അവരുടെ ഈ നിഷേധാത്മകമായ സമീപനത്തിന് മനുഷ്യന്റെ അടിസ്ഥാന പ്രകൃതം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ദിവ്യ സന്ദേശം അംഗീകരിച്ചുകൊണ്ട് ശാന്തിയോട് ജീവിച്ച് ശാന്തത കൈവരുത്തുകയാണ്. പക്ഷേ സ്വാർത്ഥ താല്പര്യങ്ങൾ, ഭൗതിക ജീവിതത്തിന്റെ ആർഭാടാലങ്കാരങ്ങളിൽ അമിതമായി അഭിരമിക്കാനുള്ള മനുഷ്യന്റെ തൃഷ്ണ, ഇതൊക്കെ ദൈവനിഷേധത്തിന്, ധിക്കാരത്തിന് വഴിയൊഴിക്കും. അവൻ കരിമ്പാറ കൂട്ടത്തിലെ മഴ വർഷിക്കുന്നത് പോലെയാണ്. അവൻ ആകാശലോകം വന്ന ഈ ദിവ്യ സന്ദേശം ഒരിക്കലും പ്രയോജനപ്പെടുകയില്ല. ഉലൈക ഫീ ളലാലിൻ മുബീൻ, അവർ വ്യക്തമായ വഴികേടിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് എപ്പോഴും നന്മയുള്ള മനസ്സുണ്ടാവാൻ അടിസ്ഥാന പ്രകൃതം നന്മയാണ്. അഹ്സനി തഖ്വീം, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും ഉത്തമമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. ആ മനുഷ്യ മനസ്സിന്റെ നന്മ നിലനിർത്താനുള്ള അധ്വാനമാണ് നമ്മളോട് ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ അധ്വാനിച്ച് നന്മയിൽ ജീവിച്ച് നന്മയിൽ അവസാനിക്കുന്ന ഒരു ജീവിതം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നസീദനാ കമാ സനൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർലാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء أوصيكم وإياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകൾ, വിധിവിലക്കുകൾ സൂക്ഷ്മതയോടെ പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്. വെറുതെ പറഞ്ഞു പോകുന്നതല്ല. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും നല്ല വൃത്താന്തം ഇറക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഒരുപാട് വിജ്ഞാനങ്ങൾ നമ്മൾ കരസ്ഥമാക്കാറുണ്ട്. ടി വിയിലും റേഡിയോയിലും പത്രമാസികളിലും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വിജ്ഞാനം ലഭിക്കാറുണ്ട്. സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ജ്ഞാനം ലഭിക്കാറുണ്ട്. ഭൂമിയിലൂടെ നടക്കുമ്പോൾ കണ്ടും കേട്ടുമൊക്കെ പല തരത്തിലുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കാറുണ്ട്.
പക്ഷെ ഈ ജ്ഞാനത്തിൻ്റെ സമ്പാദനത്തിലുള്ള കഴിവുകൾ തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഡയറക്റ്റായിട്ട് മനുഷ്യന് ആവശ്യമായ ദിവ്യ സന്ദേശം അത് ഏറ്റവും ഉത്തമമാണ്. അഹ്സനൽ ഹദീസ് ഏറ്റവും ഉത്തമമായിട്ടാണ്. മറ്റു പല ജ്ഞാന മേഖലകളിലേക്കും അല്ലെങ്കിൽ സബ്ജക്റ്റ് ബ്രാഞ്ചസിലേക്കും നമ്മൾ പഠനത്തിന് പോകാറുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ വിഷയത്തെ സംബന്ധിച്ച് അള്ളാഹു ഇറക്കത്തുന്ന ഗ്രന്ഥത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഗൗരവപൂർവ്വം നമ്മൾ പഠിക്കാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. മദ്രസ പഠനം വളരെ വളരെ അവതാളത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അതായത് ക്ലാസ്, ട്രെയിനിങ്, ട്യൂഷൻ്റെ മുകളിൽ ട്യൂഷൻ. ഈ തിരക്കിനിടയിൽ കുട്ടികളെ മദ്രസയിൽ വിടാൻ നോക്കുന്ന വൃത്തിയില്ല. ഇവിടെ ഇരിക്കുന്ന ഒരു 40 കഴിഞ്ഞ ആളുകളുടെ ചെറുപ്പകാലഘട്ടത്തിൽ നല്ല മദ്രസ സിസ്റ്റത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ അറിയാം. പുതിയ തലമുറയുടെ കാര്യം വളരെ പോകാം. അവർക്ക് മദ്രസാ വിദ്യാഭ്യാസത്തിന് ചാൻസ് കുറവാണ്. രണ്ടും കൂടി ചേർത്ത് പഠിപ്പിക്കുന്ന ചില സ്ഥലങ്ങൾ, അപൂർവമായ ചില സ്ഥലങ്ങളുണ്ട്. അവിടെ തന്നെ ആവശ്യത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തൊരു ചുറ്റുപാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്ന കാര്യങ്ങൾ പണ്ടത്തെ പോലെ ഒരുപാട് സമയമൊന്നും എടുത്ത് പഠിക്കണ്ട. ഇപ്പോൾ വളരെ ലഘുവായ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പഠിക്കാനുള്ള ടെക്നോളജി ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ CD കളൊക്കെ കിട്ടും. നമ്മുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടാവും. ഒരു 15-20 മിനിറ്റ് ഒരു ദിവസം നിർബന്ധമായി, അല്ലെങ്കിൽ 2 ദിവസത്തിലൊരിക്കൽ അരമണിക്കൂർ നമ്മുടെ കുട്ടികളെ അള്ളാഹുവിൻ്റെ ഖുർആനും ഖുർആനുമായി ബന്ധപ്പെട്ട സംഗതികൾ പഠിപ്പിക്കാൻ നമ്മൾ അവർക്ക് ആഹാരം കൊടുക്കുന്നത് പോലെ, അവർക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നത് പോലെ തന്നെ നിർബന്ധം പിടിച്ചാൽ അവർക്ക് ഈ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാം. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബം മുതശാബിഹം മസാനി, അതായത് പരസ്പരം സദൃശമുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഗ്രന്ഥം. ആവർത്തനം ജീവിതത്തിൻ്റെ അനിവാര്യമായി അല്ലാഹ് തീരുമാനിച്ചതുകൊണ്ട് എല്ലായിടത്തും ആവർത്തനം ഉണ്ടാകും. ജീവിതം മുഴുവൻ ആവർത്തനമാണ്. രാവിലെയും ചായ കുടിക്കും, വൈകുന്നേരം ചായ കുടിക്കും, പിറ്റേന്ന് രാവിലെയും ചായ കുടിക്കും, വൈകുന്നേരം ചായ കുടിക്കും, മീൻകറി കഴിക്കും, അതുപോലെ തന്നെ ചോറ് തിന്നും. ഇതൊക്കെ ആവർത്തനമാണ്. ശ്രദ്ധിച്ചാൽ ഇതിനൊക്കെ ആവർത്തനം ഉണ്ടാകും. ഖുതുബയിൽ ഒരു ദിവസം ഒരു വിഷയം 2 പ്രാവശ്യം പറഞ്ഞാൽ മൗലവി നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ തന്നെയാണ് ഈ പറയണത്. ഡെയിലി മൂത്രമൊഴിക്കും, ഡെയിലി ബാത്റൂമിൽ പോയി ചെയ്യും, ഡെയിലി ഷർട്ട് ഇടും, ഡെയിലി മറ്റുള്ളെല്ലാം ഒരു തിരക്കേടില്ലാതെ ആവർത്തിച്ച് അവൻ ആവശ്യമുള്ളതെല്ലാം ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറഞ്ഞ കാര്യമെന്ന് ആവർത്തിച്ച് പറഞ്ഞ പറയും അതിങ്ങനെയോ മൗലവി എന്താ ഇത് എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ സംഗതി എന്ന് പറയും. കാരണം ഇത് താല്പര്യമില്ല, ഉള്ളോട്ട് ഇഷ്ടമില്ല. ഇത് ഈ സമുദായത്തിൽ ജനിച്ചത് പോയതുകൊണ്ട്, ഇങ്ങനെ ഗാനേഷുമാർ മുസ്ലിം ആയതുകൊണ്ട് പള്ളി പോയില്ലെങ്കിൽ പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കില്ല, സുബഹി നിസ്കരിച്ചില്ലെങ്കിൽ ചായ ഇട്ടാത്ത എത്രയോ വീടുണ്ട്, അതുകൊണ്ട് എഴുന്നേറ്റിരിക്കും. നിങ്ങളെന്താ പള്ളി എന്ന് പറഞ്ഞ് ഉടപ്പുണ്ടാക്കണം. എത്ര നല്ല സാലിഹത്തായ ഭാര്യമാരുള്ള, അനുഗ്രഹീതയായ ഭാര്യമാരുള്ള ആളുകളുണ്ട്. കാക്ക ഇങ്ങനെ ക്ഷീണിച്ച് കാലുമുട്ടിക്ക് മൂടി കിടക്കുമ്പോൾ പള്ളി എന്ന് പറഞ്ഞ് അടിച്ചു വായിപ്പിക്കണം. എത്രയോ ആളുകളുണ്ട്. കൗൺസിലിംഗ് ഒക്കെ നടത്തുന്നുണ്ട്, എനിക്ക് ശരിക്കറിയാതെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാനും അത് ആവർത്തിച്ചു പോയാൽ അതിൽ അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ നിത്യജീവിതത്തിൽ രാവിലെ ചായ പിടിച്ച് എന്തിനാ വൈകുന്നേരം ചായ പിടിക്കണം? ഇന്ന് ചോറൊന്നും നാളെ എന്തിനാ ചോറിനാണ്? രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്കും ഒക്കെ ചോറും ചപ്പാത്തിയൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് എന്തിനാ തിന്നണ്? അതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ വിശക്കും, പ്രശ്നമാവും. ഇത് നമുക്ക് വേണ്ട. കാരണം ഇത് പഠിച്ചോൻ പറഞ്ഞല്ലേ, ഇത് അവിടെ ചെന്നിട്ടാന്നുള്ള. അപ്പം നമ്മളെ മനോഭാവം മാറണം. ഈ വിഷയത്തിലുള്ള നമ്മളെ മനോഭാവം മാറണം. മാറിയേ പറ്റുള്ളൂ. മാറിയില്ലെങ്കിൽ മാറ്റിക്കും. ഞാനല്ല, അല്ലാഹ് മാറ്റിക്കും. അപ്പം അതുകൊണ്ട് വളരെ ഗൗരവപൂർവ്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറഞ്ഞ കിതാബം മുതശാബിഹം മസാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. ഇതിലൊരു പ്രത്യേകതയും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഈ ഗൗരവപരമായ സംഗതി, ആകാശത്ത് നിന്ന് വെള്ളം വന്ന് ഭൂമിയിൽ സസ്യലതാദികൾ മുളപ്പിച്ച് നല്ല പുഷ്ടിയുള്ള ചെടികളുണ്ടായി, അതിൽ നിന്ന് ഭക്ഷിച്ച് പുഷ്ടിയുള്ള മനുഷ്യനുണ്ടായി, പുഷ്ടിയുള്ള രക്തമുണ്ടായി, പുഷ്ടിയുള്ള സമനുണ്ടായി, പുഷ്ടിയുള്ള മക്കളുണ്ടായി, നല്ല ഉഷാർ. ഓക്കെ, ആ സിസ്റ്റം ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു ഇത് ആവർത്തിച്ച് അല്ലാഹു തആല പറയണത്. ഇതിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നല്ല ജലം ഇല്ലെങ്കിൽ, നല്ല സസ്യം ഇല്ലെങ്കിൽ നല്ല രക്തം ഉണ്ടാവില്ല, നല്ല നിര ഉണ്ടാവില്ല, നല്ല മക്കളുണ്ടാവില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിങ്ങൾ കണ്ടില്ലേ, ആ കുട്ടികളെയൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ നല്ല രീതിയിൽ മഴയും വെള്ളവും സംവിധാനമൊക്കെ ഉണ്ടാക്കിയതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യം ഇങ്ങനെ ആടെ പോടാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അതിൻ്റെ ഒരു ശക്തിയും തന്നെയോടെ കാണിക്കുന്നത്. ഇത് തന്നത് രക്ഷിതാവാണ് എന്നൊന്ന് അംഗീകരിച്ച് പറയാൻ പറഞ്ഞാൽ
ഞാൻ മുസ്ലിമാണെന്നൊക്കെ പറഞ്ഞോളും, പക്ഷേ ഇതിന് ഉള്ളുകൊണ്ട് അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ല. എത്തുമ്പോഴേ നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസം ഉള്ളിൽ കടന്നു എന്ന് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അള്ളാഹ് പറഞ്ഞത് തഖ്ശഇറു ജുലൂദുഹും തുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. അള്ളാഹുവിന്റെ സ്മരണയിൽ അവരുടെ തൊലികളെല്ലാം വളരെ മൃദുലമായി മാറും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിച്ചുകൊണ്ട് ചെറിയൊരു ഉദാഹരണം, പള്ളിയിൽ ആത്മാർത്ഥമായി നിസ്കരിച്ച് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ ഒരു സാധു കൈ എന്ന് വെച്ചാൽ എന്തെങ്കിലും തരണം, അറിയാതെ പോക്കറ്റ് കൈട്ടെടുത്തു. എന്താ അവൻ്റെ ഒറിജിനൽ സ്വഭാവം? അതാ അള്ളാഹു നീതിമാനും കാരുണ്യവാനും സഹായിക്കുന്നവനുമാണ്. ആ അള്ളാഹുമായിട്ടാണ് അവൻ ബന്ധപ്പെട്ട് വരുന്നത്. അവൻ്റെ ചർമ്മങ്ങൾ മൃദുലമായിരിക്കുന്നു, ഹൃദയം നൈർമല്യമുള്ളതായിരിക്കുന്നു, അഹന്ത പോയിരിക്കുന്നു. അപ്പോൾ ഒരു സാധു കൈ നീട്ടുമ്പോൾ അവൻ അറിയാതെ അവൻ്റെ പോക്കറ്റ് കൈട്ടിനെടുത്തു പോകും. അപ്പോൾ മനുഷ്യൻ്റെ സ്നേഹം, കരുണ ഇത് പ്രകടമാവണമെങ്കിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം ദൃഢീകരിച്ച് വെച്ചുകൊണ്ടേയിരിക്കണം. അതിനാണ് ഈ പ്രാക്ടീസ്. അതിനാണ് വെള്ളിയാഴ്ച കൊണ്ടൊന്ന് കുത്തിയിരിക്കുന്നത്. അതിനാണ് ഖുർആൻ ഓതാൻ പറഞ്ഞത്. അതിനാണ് ദിക്ർ ചെല്ലാൻ പറഞ്ഞത്. അതിനാണ് തസ്ബീഹ് ചെല്ലാൻ പറഞ്ഞത്. തൗബയും ഇസ്തിഗ്ഫാറും അതിനാണ് ആവർത്തിച്ച് പറഞ്ഞത്. അള്ളാഹുമായിട്ടുള്ള ബന്ധം, അള്ളാഹുവിനെ കുറിച്ച് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയതുഹു സാദതുഹും ഈമാന. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പോൾ ഇവിടെ ഈ പള്ളിയിൽ കയറുന്നതിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഈമാൻ ഇപ്പോൾ ഈ ഒച്ച കേട്ടിട്ടുണ്ട് ഉണ്ടാവണം എന്നതാണ് ഖുർആൻ പറയുന്നത്. സാദത്തുഹു ഈമാന, ഈമാൻ വർദ്ധിക്കും. നമുക്കൊരു കോൺഫിഡൻസ് വരും. യെസ്, ഒരു പ്രശ്നവുമില്ല, എനിക്കെൻ്റെ രക്ഷിതാവുണ്ട്, ജീവിതത്തെ എനിക്ക് നേരിടാം. രോഗമാണോ, പ്രയാസമാണോ, ദാരിദ്ര്യമാണോ, കഷ്ടപ്പാടാണോ, ഒരുപാട് ആവശ്യങ്ങളാണോ, കടമാണോ, ഇല്ല, എൻ്റെ രക്ഷിതാവ് എന്നെ സഹായിക്കാൻ എന്നോടൊപ്പമുണ്ട്. അല്ലാഹു മഅക്കും ഐനമാ കുൻതും. നിങ്ങൾ എവിടെയാണെങ്കിലും രക്ഷിതാവ് നിങ്ങളോടൊപ്പമുണ്ട്. ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ഇതൊക്കെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശാന്തനായിരിക്കും, അക്ഷോഭ്യനായിരിക്കും, അത്യാഗ്രഹമില്ലാത്തവനായിരിക്കും. അസൂയയും പകയും വിദ്വേഷവും വൈരാഗ്യം കൊണ്ട് തിളച്ചുമറിയുന്ന ജീവിതമില്ല. സ്വത്തിന്റെ പേരിൽ, രണ്ടാമത് വാപ്പ പെണ്ണേട്ടിയതിന്റെ പേരിൽ, സ്വത്തിന്റെ പേരിൽ ഒരു മക്കള് കൊന്നിട്ട് ജഡം പോലും കിട്ടാത്ത ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒന്നാലോചിക്കണം എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ സത്യവിശ്വാസത്തിന്റെ കുടുംബത്തിൽ ജനിച്ചതാണോ എന്നുള്ളത് സംശയം തോന്നിപ്പോകുന്നുള്ള. അതിന് ഉമ്മ കൂട്ടു നിൽക്കുകയും ചെയ്യുക എന്നുള്ള വളരെ നമ്മളെ സംബന്ധിച്ചോളം ദീന് എവിടെ എത്തിയിരിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വതന്ത്രം നൽകാൻ അപമാനം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം. ഈ തരത്തിലുള്ള സത്യവിശ്വാസങ്ങൾ ആരെയാണ് മാർഗദർശനം ചെയ്യാൻ പോണത്? ആരോടാണ് ഇത് കാണിച്ചു കൊടുക്കാൻ പോണത്? ഈ ദീനിൽ ഇസ്ലാം സ്വീകരിക്കണമെന്ന് നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും ഇത് സമ്മതിക്കുമെന്നുള്ളതാണ്. അപ്പൊ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിശ്വാസത്തിന്റെ പ്രകടമായ മാതൃക ഉണ്ടാവേണ്ടതുണ്ട്. അതിൽ ഗൗരവപൂർവ്വം പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാത്ത ആളുകൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ നിഷേധിച്ച ഒരുപാട് നിഷേധികൾ മുമ്പ് ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. അവരെ ദുന്യാവിലും ആഖിറത്തിലും നാം ശിക്ഷിച്ചിട്ടുണ്ട്. ആ കഥകളൊക്കെ ഇതിനോടനുബന്ധിച്ച് വരുന്നു. സൂറത്ത് സുമറിലെ 20 മുതൽ 28 വരെ ആയത്തുകൾ വീട്ടിൽ പോയിട്ട് ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ ഓരോ ആയത്തിലും ഓരോ വാക്കിലും രോമാഞ്ചമുണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങൾ അള്ളാഹു നമ്മുടെ നന്മയ്ക്കായി പറഞ്ഞിരുന്നു. അത് പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളന അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലി അൻ ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തുമാക്കി തരണേ തമ്പുരാനെ. മാതാപിതാക്കന്മാരും സഹോദരങ്ങളും ഭാര്യസന്താനങ്ങളും സുഹൃത്തുക്കളും നാട്ടാരും മുഴുവൻ സത്യവിശ്വാസികളും മുൻകാല സത്യവിശ്വാസികളും തരണേ തമ്പുരാനെ. ആൾക്കാരുടെ കബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ അല്ലാത്തവരുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ കുറവുകളെല്ലാം ഞങ്ങളുടെ സന്താനങ്ങളിൽ സമ്പത്തുകളിൽ നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ആളുകൾക്ക് ഹിദായത്തും
അനുഗ്രഹിക്കണേ തമ്പുരാനെ. അത് ഒരു മനസ്സ് തന്നെ തമ്പുരാനെ ജീവിതം തരണേ തമ്പുരാനെ. അങ്ങനെ മരിച്ച് നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സ്വർഗത്തിൽ ഫിർദൗസിൽ നിന്റെ ലിഖാ നൽകി അനുഗ്രഹിക്കണേ നാഥ. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. സ്വീകരിച്ച് ഉത്തരം തരണേ തമ്പുരാനെ. അല്ലാഹുവിനെ സ്വീകരിച്ച് ഉത്തരം തരണേ തമ്പുരാനെ. ഞങ്ങളെ എപ്പോഴും ഹിദായത്തിലാക്കണേ തമ്പുരാനെ. ഹിദായത്തിൽ നിർത്തണേ തമ്പുരാനെ. ജീവിതത്തിൽ ഞങ്ങളെ വിജയിപ്പിക്കണേ തമ്പുരാനെ. റമളാനെ ഏറ്റവും ഉത്തമമായി വരവേറ്റ് അതിൻ്റെ പൂർണ്ണമായ സൗഭാഗ്യം അനുഭവിക്കാനുള്ള കഴിവ് കരുത്ത് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم اعز الإسلام والمسلمين. اللهم اعز الإسلام والمسلمين. اللهم اعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.